പത്തനംതിട്ട ഇളമണ്ണൂരിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകന് വെട്ടേറ്റു. ഇളമണ്ണൂർ മേഖലാ കമ്മിറ്റി അംഗം അഖിൽ രാജിനാണ് വെട്ടേറ്റത്. RSS പ്രവർത്തകരാണ് വെട്ടിയതെന്നാണ് ആരോപണം. ശ്രീരാജ് ബാബു ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീരാജ്, എങ്ങനെയാണ് ഈ സംഘർഷമുണ്ടായത്? എന്താണ് വിശദാംശങ്ങൾ? രജീഷ്, ഇന്ന് സന്ധ്യയോടെ ആയിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഇളമണ്ണൂർ പുതുവയൽ പമ്പിന് സമീപത്ത് നിന്നും ഈ അഖിൽ രാജിനെ RSS പ്രവർത്തകരാണ് വെട്ടിയെന്ന് ഡിവൈഎഫ്ഐയുടെ ആരോപണമുണ്ട്. അഖിൽ രാജിനെ 4 അംഗ സംഘം ഓടിച്ചിട്ട് വെട്ടുകയായിരുന്നു എന്നാണ് അഖിൽ രാജ് പറയുന്നത്, ഡിവൈഎഫ്ഐ പ്രവർത്തകർ പറയുന്നത്. പമ്പിന് സമീപത്ത് നിന്നും പിന്തുടർന്ന ശേഷം ചവിട്ടി വീഴ്ത്തി വെട്ടുകയായിരുന്നു. ശരീരമാസകലം മുറിവുണ്ട്. അതുപോലെ തന്നെ വലിയ മർദ്ദനവും അഖിൽ രാജിന് ഏറ്റിട്ടുണ്ട്. അവിടെ നിന്നും പിന്നീട് അടൂരിലെ തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് ഇപ്പോൾ നിലവിൽ ചികിത്സയിലാണ്. എന്തായാലും RSS പ്രവർത്തകരാണ് ഈ അക്രമത്തിന് പിന്നിലെന്നാണ് ഡിവൈഎഫ്ഐയുടെ ആരോപണം. സമീപ സമയത്തൊന്നും തന്നെ, അല്ലെങ്കിൽ സമീപ ദിവസങ്ങളിലൊന്നും തന്നെ അങ്ങനെ അത്തരത്തിൽ സംഘർഷ ബാധിതമല്ലായിരുന്നു പ്രദേശം എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷം നിലവിൽ അവിടെ നിലനിന്നിരുന്നില്ല എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുൻവൈരാഗ്യമാണ്, രാഷ്ട്രീയ വിദ്വേഷമാണ് ഇത്തരത്തിലുള്ള അക്രമത്തിന് പിന്നിൽ എന്നാണ് നിലവിൽ ഡിവൈഎഫ്ഐയുടെ ആരോപണം. അതുപോലെ തന്നെ അഖിൽ രാജ് ഡിവൈഎഫ്ഐയുടെ ഇളമണ്ണൂർ മേഖലാ കമ്മിറ്റി അംഗം കൂടിയാണ്. രജീഷ്. ശരി ശ്രീരാജ്.